തേങ്ങ വറുത്തരച്ചൊരു ഇഞ്ചിക്കറി കണ്ടാലോ? ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇഞ്ചിക്കറി വെക്കുമ്പോൾ ഒരു കയർപ്പ് രസം ഉണ്ടാവാറുണ്ടെന്ന്. അപ്പോൾ ആ കയർപ്പ് വരാതെ എങ്ങനെ ഇഞ്ചിക്കറി വെക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 150 ഗ്രാം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് ചതച്ച് കൊണ്ടുവന്നിട്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ശേഷം പിഴിഞ്ഞ നീര് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. അതെന്തിനാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, ഈ ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക്. അപ്പോൾ ഈ തേങ്ങ വറുത്ത് കോരുന്നത് വരെ നമ്മുടെ ഇഞ്ചി നീര് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിനായിട്ട് നന്നായിട്ട് വിളഞ്ഞ ഒരു മുറി തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് വറുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങയും പിഴിഞ്ഞു മാറ്റി വെച്ച ഇഞ്ചിക്കൊത്തും ഒരു 10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ചൂടാറിയതിന് ശേഷം ഒരു ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങ കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഇതിലോട്ട് ലേശം കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് പുളിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. സാധാരണ എല്ലാവരും ഇഞ്ചിക്കറിയിൽ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാറുണ്ട്, ശർക്കരയോ പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും. ഞാനിവിടെ ഇതൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട്. ഇതാണ് ഇഞ്ചിയുടെ നീര്. അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുവാണേ. ഇത് ചേർത്താൽ കറിയും കഴിക്കും, വയറിനും കേടാ. ഇത് ഒഴിവാക്കിയാൽ ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. കറി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. എനിക്ക് ഉണക്കമുളകില്ലായിരുന്നു, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ചേർക്കാം. ഇഞ്ചിക്കറി ഇല്ലാത്തൊരു സദ്യ ഇല്ലല്ലോ. എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഇഞ്ചിക്കറി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.